പൂച്ചകളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇന്ന് നമുക്ക് പൂച്ചയെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? പൂച്ചകളുടെ ചെവിയിലാണെങ്കിൽ 32ഓളം ഇയർ മസിൽസ് ഉണ്ട്. ഈ ഇയർ മസിൽസ് ശബ്ദം വരുന്ന ദിശയിലേക്ക് ഇവരുടെ ചെവി അനായാസം തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പൂച്ചയുറക്കത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 13 മുതൽ 16 മണിക്കൂർ വരെയാണ് പൂച്ചകളുടെ ശരാശരി ഉറക്കം എന്ന് പറയുന്നത്. പിന്നെ പൂച്ചകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ ഒരു വലിയ പൂച്ചയായിട്ടാണ് കാണുന്നത്. നമ്മൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ ഇവരുടെ വിചാരം നമ്മൾ വേട്ടയാടാൻ വേണ്ടി പുറത്തേക്ക് പോയതാണെന്നാണ്. കാരണം ഇവർ കൂടുതലും പുറത്തിറങ്ങുന്നത് വേട്ടയാടാനാണല്ലോ. പിന്നെ ഇനി നമ്മൾ ദൂരയാത്രയ്ക്ക് വല്ലതുമാണ് പോയിരിക്കുന്നത്, 2-3 ദിവസത്തെ ആയിട്ടും തിരിച്ചെത്തിയില്ലെങ്കിൽ പൂച്ചകൾ വിചാരിക്കുന്നത് എന്താ, നമ്മളെ ഏതോ ശത്രു ആക്രമിച്ച് കീഴ്പ്പെടുത്തി, ഒന്നെങ്കിൽ നമ്മൾ മരിച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി എവിടെയോ കിടക്കുകയാണെന്നാണ് പൂച്ചയുടെ വിചാരം. നമ്മൾ ഈ ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം തിരിച്ചെത്തിയാൽ പൂച്ച നമ്മളൊരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. കാരണം ശത്രുവുമായി യുദ്ധം ചെയ്ത് ജയിച്ചു വന്നിരിക്കുകയാണെന്നാണ് അവരുടെ വിചാരം. പിന്നെ പൂച്ചകൾക്കാണെന്നുണ്ടെങ്കിൽ മധുരം തിരിച്ചറിയാനുള്ള കഴിവില്ല. കാരണം അവരുടെ നാക്കില് മധുരം തിരിച്ചറിയാനുള്ള റിസപ്റ്റേഴ്സ് ഇല്ല. അതുപോലെ പൂച്ചയുടെ മൂക്കിൻ്റെ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. നമ്മൾ മനുഷ്യന്മാരുടെ ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് അല്ലേ? അതുപോലെയാണ് പൂച്ചകളുടെ മൂക്കും. എന്താണെന്ന് വെച്ചാൽ ഒരേപോലത്തെ 2 പൂച്ചമൂക്കുകൾ ഈ ലോകത്തില്ല. പിന്നെ പൂച്ചയ്ക്ക് തണുപ്പ് തിരിച്ചറിയാൻ മൂക്കിലൂടെ മാത്രമേ കഴിയുള്ളൂ.